നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. ഓർമ്മയിൽ ഒരു ഓണം ആഘോഷിച്ച് കോടന്നൂർ ഗവൺമെന്റ് ആയുർവേദ മാതൃകാ ഡിസ്പെൻസറിയിലെ പാർലം ആയുഷ് യോഗ വിദ്യാർത്ഥി കൂട്ടായ്മ. കോടന്നൂർ കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു ഓർമ്മയിൽ ഒരു ഓണം. ചേർപ്പ് ഗ്രാമപഞ്ചായത്തും ചേർപ്പ് മാക്കയർ ഡയഗ്നോസ്റ്റിക്സും സംയുക്തമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഭോജനശാലയിലായിരുന്നു ക്യാമ്പ് ഒരുക്കിയത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കലാകായിക പരിപാടികളും ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഉൾപ്പെട്ടതായിരുന്നു ഓണാഘോഷം. ഊരകം ശിവരാമകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീരാമസ്വാമിയുടെ പുതിയ ഗോളക സമർപ്പണം നടത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് അജയൻ ഗോളക സമർപ്പണം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഓർമ്മയിൽ ഒരു ഓണം ആഘോഷിച്ച് കോടന്നൂർ ഗവൺമെന്റ് ആയുർവേദ മാതൃകാ ഡിസ്പെൻസറിയിലെ പാർലം ആയുഷ് യോഗ വിദ്യാർത്ഥി കൂട്ടായ്മ. കോടന്നൂർ കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു ഓർമ്മയിൽ ഒരു ഓണം. ഗൃഹാതുരത്വം പേറുന്ന ഓണക്കാല ഓർമ്മകൾ പങ്കുവയ്ക്കുകയായിരുന്നു ഓർമ്മയിൽ ഒരു ഓണം എന്ന ഓണാഘോഷം. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെ നീണ്ടുനിന്നതായിരുന്നു ഓണാഘോഷ പരിപാടി. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസന്നൻ ഓർമ്മയിൽ ഒരു ഓണം ഉദ്ഘാടനം ചെയ്തു. ഞാനിവിടെ കയറി വന്നപ്പോൾ തന്നെ ചോദിച്ചു, എല്ലാവരും നല്ല സെറ്റപ്പോട് കൂടിയാണ് എത്തിയിട്ടുള്ളത്. വിവിധ ഗ്രൂപ്പുകളായി പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഒരു ദിവസം ഓണാഘോഷം ഗംഭീരമാക്കുന്നതിന് വേണ്ടി ഓരോ യോഗ സ്റ്റുഡൻറ്റും വളരെ ഭംഗിയായി തന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷം. പിന്നെ നമുക്കറിയാലോ, നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുക, ഓരോ നിമിഷവും നമുക്ക് സർവീസിന് നൽകുന്നതാണ്. അതിനെങ്ങനെ നല്ല രീതിയിൽ ആക്കാമെന്നുള്ളത് നമ്മൾ നിശ്ചയിക്കുന്ന ഒരു സവിശേഷതയാണ്. തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തിലെ യോഗ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പ്രോഗ്രാമിലും നല്ല രീതിയിൽ തന്നെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ മനസ്സിനും ശരീരത്തിനും വളരെയധികം ആനന്ദം നൽകുന്ന ഒന്ന് തന്നെയാണ് യോഗ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതിൻ്റെ കൃത്യമായ രീതിയിലൂടെ മുന്നോട്ട് പോകുന്ന യോഗ ടീമിനെ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഓണാഘോഷത്തിൻ്റെ സന്തോഷം അറിയിക്കുന്നു. വൈസ് പ്രസിഡന്റ് മനോജ് അയ്യപ്പത്ത് അധ്യക്ഷനായി. നല്ല രീതിയിൽ തന്നെ നമുക്ക് ആഘോഷിച്ച് തിമർത്ത് നമുക്ക് അടിച്ചു പൊളിച്ച് നമ്മുടെ പ്രായവും കാര്യങ്ങളൊന്നും നോക്കണ്ട, നമ്മളെ കഴിവിനനുസരിച്ച് നമ്മൾ ഇതിൽ പങ്കെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ നന്നായോ അല്ലെങ്കിൽ അതിൽ സമ്മാനം കിട്ടിയോ എന്നല്ല, നമ്മളതിലെല്ലാം പങ്കെടുത്ത് നമ്മളെ കഴിവ് തെളിയിക്കുക, നമ്മളെ എൻജോയ് ചെയ്ത് നമ്മളുടെ 2026 ഓണാഘോഷം തകർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകളും അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടക സമിതിക്ക് നമ്മളുടെ പാർലം പഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാവിധ അനുഗ്രഹവും ഞങ്ങളുടേതായ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞു. കോടന്നൂർ ഗവൺമെന്റ് ആയുർവേദ മാതൃകാ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസറും ആയുഷ് യോഗ ക്ലബ്ബ് കൺവീനറുമായ ഡോക്ടർ വി.എൻ. കവിത ഓണസന്ദേശം കൈമാറി. പാർലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി. തോമസ്, കോടന്നൂർ ഗവൺമെന്റ് ആയുർവേദ മാതൃകാ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ സുജിത്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻസി ജൂബി, മെമ്പർമാരായ പ്രനിത സഹിൽ, ഡാലി ബിനോയ്, ഓമന മങ്ങാടൻ, പാർലം നാഷണൽ ഹെൽത്ത് മിഷൻ ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി.വി. സോണി, കോടന്നൂർ ഗവൺമെന്റ് ആയുർവേദ മാതൃകാ ഡിസ്പെൻസറിയിലെ യോഗ ഇൻസ്ട്രക്ടർ കെ. ബിജോഷ് എന്നിവർ ഓണാശംസകൾ നേർന്നു. ഓർമ്മയിൽ ഒരു ഓണം ആഘോഷത്തിന്റെ ഭാഗമായി മെഗാ തിരുവാതിരയും വിവിധ കലാകായിക മത്സരങ്ങളും തുടർന്ന് ഓണസദ്യയും നടന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തും ചേർപ്പ് മാക്കയർ ഡയഗ്നോസ്റ്റിക്സും സംയുക്തമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചേർപ്പ് പഞ്ചായത്ത് ഭോജനശാലയിലായിരുന്നു ക്യാമ്പ് ഒരുക്കിയത്. ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയായിരുന്നു ക്യാമ്പ്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഒത്തിരി സൗജന്യ സേവനങ്ങളാണ് അവർ നമുക്ക് തരാൻ പോകുന്നത്. അപ്പോൾ പ്രഷർ നോക്കുന്നുണ്ട്, ഷുഗർ നോക്കുന്നുണ്ട്, കണ്ണിൻ്റെ പരിശോധനയുണ്ട്, പല്ലിൻ്റെ പരിശോധനയുണ്ട്,
കണ്ണിന് പരിശോധന കൂടുതലുള്ളവർക്കുള്ള ക്ലാസ് കണ്ണാടി അവർ തരും. അതുമാതിരി തന്നെ ECG തൊട്ട് അവരായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ 1 വർഷത്തോളം അല്ലേ ഡിസ്കൗണ്ട് തരാൻ പോകണം നമുക്ക്. 1 മാസം 2 മാസം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ 1 വർഷത്തോളം നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ ചേർപ്പായിട്ട് വളരെ സഹകരിച്ചു പോകുന്ന ആളുകളാണ്. ഒരു സ്ഥാപനമാക്കിയ സൂപ്പർ മാർക്കറ്റൊക്കെ ശരിക്കും ഇവരുടെയൊക്കെ അടിസ്ഥാനം ചേർപ്പാണ് അല്ലേ. നിങ്ങളുടെ ഇവരുടെ വിജയത്തിന്റെ ഏറ്റവും ഇത് ചേർപ്പ് ജനങ്ങളാണ്. ആ ജനങ്ങളെ അവർ സേവിക്കാൻ വേണ്ടി വന്നതിന് പ്രത്യേകം അവരുടെ ചെയർമാനും എംഡിയും പ്രത്യേകിച്ച് മാനേജറുള്ള നന്ദി നമ്മൾ പറയും. വൈസ് പ്രസിഡന്റ് വിദ്യ രമേശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ M. സുജിത് കുമാർ, KR സിദ്ധാർത്ഥൻ, A. ക്രിസ്റ്റീന, ജയശ്രീ ഷാജൻ, മൃദുല കിഷോർ, രുക്മിണി സുബ്രഹ്മണ്യൻ, സൂര്യ ഉദയൻ, ബൈജു സെന്റ് ജോൺ, CV ലോഹിതാക്ഷൻ, ബീന ഉണ്ണികൃഷ്ണൻ, പ്രിയലത പ്രസാദ്, ചേർപ്പ് മാക്കേർ മാർക്കറ്റിംഗ് മാനേജർ ചിന്നി റപ്പായി എന്നിവർ സംസാരിച്ചു. സൗജന്യ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, രക്തത്തിലെ ഓക്സിജന്റെ അളവ് നിശ്ചയിക്കുന്ന SpO2, ECG, കാഴ്ച പരിശോധന, ദന്തപരിശോധന എന്നിവ ക്യാമ്പിൽ ലഭ്യമാക്കിയിരുന്നു. ക്യാമ്പിൽ പാവപ്പെട്ട 10 രോഗികൾക്ക് സൗജന്യമായി കണ്ണട വിതരണം ചെയ്തു. 1500 രൂപ വരുന്ന 50ലേറെ ടെസ്റ്റുകളടങ്ങിയ ഫുൾ ബോഡി ചെക്കപ്പിന് 799 രൂപ, 425 രൂപ മുതൽ വിവിധ തരത്തിലുള്ള ചെക്കപ്പ് പാക്കേജുകൾ, സൗജന്യ ECG സൗകര്യം, നിബന്ധനകൾക്ക് വിധേയമായി ബ്ലഡ് ടെസ്റ്റുകൾക്ക് 5% മുതൽ 10% വരെ ഡിസ്കൗണ്ട്, കണ്ണടകൾക്ക് 50% വരെ ഡിസ്കൗണ്ട് എന്നിവയും സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ ഒരുക്കിയിരുന്നു. നിരവധി പേരാണ് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കലാകായിക പരിപാടികളും ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഉൾപ്പെട്ടതായിരുന്നു ഓണാഘോഷം. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ, പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസന്നൻ, വള്ളച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ പ്രകാശൻ, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ജോയ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ജീവനക്കാർ എന്നിവർ ഓണാഘോഷത്തിൽ പങ്കെടുത്തു. പൂക്കള മത്സരം, മെഗാ തിരുവാതിരക്കളി, വടംവലി തുടങ്ങി വിവിധ കലാകായിക പരിപാടികളോടെയാണ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഓണാഘോഷം സംഘടിപ്പിച്ചത്. സാന്ത്വനം ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. തുടർന്ന് ഓണസദ്യയും നടന്നു. ശിവരാമകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീരാമസ്വാമിയുടെ പുതിയ ഗോളക സമർപ്പണം നടത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് അജയൻ ഗോളക സമർപ്പണം നിർവഹിച്ചു. തന്ത്രി പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി, ദിനേശൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികരായി. സമിതി ഭാരവാഹികളായ അനന്തനാരായണൻ, മനഴി ഗോപിനാഥൻ, രാമചന്ദ്രൻ ചെറുപറമ്പത്ത്, നാരായണസ്വാമി, VN സുരേഷ്, നന്ദൻ ചക്കേടത്ത്, രാധാകൃഷ്ണൻ, ഷിബു, ദേവസ്വം ഓഫീസർ മഞ്ജൂഷ് എന്നിവർ നേതൃത്വം നൽകി. ദർശന ഫിലിംസിന്റെ ബാനറിൽ ശ്രീജിത്ത് പുളിങ്കുഴി, അജിത ശ്രീജിത്ത്, സജീവൻ ആറാട്ടുപുഴ എന്നിവർ നിർമ്മിച്ച പാതിമറിയാതെ എന്ന ഷോർട്ട് ഫിലിമിന്റെ ആദ്യ പ്രദർശനം നടന്നു. ഭിക്ഷാടന മാഫിയ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതാണ് ഷോർട്ട് ഫിലിമിന്റെ ഇതിവൃത്തം. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ജോയ് ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനോദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ റൂബി ജോൺസൺ അധ്യക്ഷയായി. മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ VG വനജകുമാരി, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ, സംവിധായകൻ രാജേഷ് മാണിക്കൻ, ഷോർട്ട് ഫിലിം ക്യാമറാമാൻ ബാബു അമ്മോസ്, ഗിരീഷ് പെരിഞ്ചേരി എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക ഫോട്ടോഗ്രാഫി ദിനാചരണം നടത്തി. ഫ്രീലാൻഡ് ഫോട്ടോഗ്രാഫർക്ക് സൊസൈറ്റിയുടെ ആദരം. പുത്തൻപീടിക വാളമുക്ക് സെന്ററിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ അരുൺ ദർശന ആദരം ഏറ്റുവാങ്ങി. സെക്രട്ടറി രാമൻ നമ്പൂതിരി അധ്യക്ഷനായി. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, രക്ഷാധികാരി MB സജീവൻ, പോൾ പുലിക്കോട്ടിൽ, ജഗദീഷ് രാജ് വാളമുക്ക്, വില്ലി പട്ടത്താനം എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം കാളമുറിക്ക് കിഴക്ക് വ്യാപാരി സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. KK വത്സരാജ് MLA ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ രശ്മി ശ്രീജിത്ത് അധ്യക്ഷയായി. കയ്പമംഗലം CA KT ബിജിത്ത്,
SI ജയകുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് R. ഉല്ലാസ്, ട്രഷറർ PV ഇബ്രാഹിം, യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് TS മുബാറക്, വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ഫാത്തിമ സന്തോഷ്, സിദ്ദിഖ് ഹാഫ്മൂൺ, KN സജീവൻ, വിജയകുമാർ, സെൽവകുമാർ എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും തുടർന്ന് ഓണസദ്യയും ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണർവ് സംഘടന ക്യാമ്പയിന്റെ ഭാഗമായി പ്രവാസി സംഗമം നടന്നു. 3 പീടിക ലീഗ് ഹൌസ് ഓഡിറ്റോറിയത്തിലായിരുന്നു സംഗമം. പ്രവാസി ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് VH ജമാലുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് PT മുജീബ് റഹ്മാൻ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി KK അഫ്സൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രവാസി ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PA മുജീബ് റഹ്മാൻ, യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ KK സക്രിയ, പഞ്ചായത്ത് ട്രഷറർ KU അഷ്റഫ്, ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി PM സൈനുദ്ദീൻ, യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PI നൂറുദ്ദീൻ, ജനറൽ സെക്രട്ടറി TM മൻസൂർ, വനിതാ ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി സൽമ മാഹിൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആഷിദ സാജുദ്ദീൻ, പ്രവാസി ലീഗ് നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് നൌഷാദ് ചാമക്കാല, യൂത്ത് ലീഗ് നിയോജക മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി PA അബ്ദുൽ ജലീൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AM അബ്ദുള്ളക്കുട്ടി, പ്രവാസി ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MV അബ്ദുൽ സലാം എന്നിവർ സംസാരിച്ചു. പ്രവാസി ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായ പ്രസിഡന്റ് MV അബ്ദുൽ സലാം, ജനറൽ സെക്രട്ടറി PA സാജുദ്ദീൻ, ട്രഷറർ PS ബഷീർ എന്നിവരെ സംഗമം തെരഞ്ഞെടുത്തു. മുറ്റിച്ചോറിൽ കാറിന് സൈഡ് നൽകാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ ഇടപെട്ട നാട്ടുകാരന് നേരെ ആക്രമണം. സംഭവത്തിൽ കാർ യാത്രികരായ 2 പ്രതികൾ അറസ്റ്റിൽ. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 10 മണിയോടെ മുറ്റിച്ചൂരിൽ വാട്ടർ കിയോസ്കിന് സമീപമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തളിക്കുളം മുറ്റിച്ചൂർ സ്വദേശി വന്നേരി വീട്ടിൽ സതീഷ് ആക്രമിക്കപ്പെട്ട കേസിലാണ് അറസ്റ്റ്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് ബൈക്കുകാരനുമായി തർക്കം നടന്നിരുന്നു. തർക്കം മൂത്തതോടെ പ്രതികളും ബൈക്കുകാരും തമ്മിൽ ഊന്തും തള്ളുമുണ്ടായതായി പറയുന്നു. ഇതുകണ്ട് ഇരുകൂട്ടരെയും പിടിച്ചുമാറ്റാൻ ചെന്നതായിരുന്നു പ്രദേശവാസിയായ സതീഷ്. ഇതിന്റെ വൈരാഗ്യത്താൽ പ്രതികൾ ചേർന്ന് ഇയാളെ ആക്രമിക്കുകയായിരുന്നു. കൈകൊണ്ടും ഇടിവള കൊണ്ടുമാണ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വലപ്പാട് പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തളിക്കുളം മുറ്റിച്ചൂർ സ്വദേശി തട്ടുപറമ്പിൽ വീട്ടിൽ ചിന്മയ്, തളിക്കുളം പത്താങ്കല്ല് സ്വദേശി വലിയകത്ത് വീട്ടിൽ സഞ്ജു എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. പ്രതി ചിന്മയ് വടക്കേക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച കേസിലെ പ്രതിയാണ്. വലപ്പാട് SIമാരായ എബിൻ, അമൽരാജ്, CPO അമൽരാജ് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. അപൂർവേനം കംബോഡിയൻ മുന്തിരിപ്പഴം തീരദേശ മണ്ണിൽ വിളയിച്ച് കർഷകന്റെ വിജയഗാഥ. കയ്പമംഗലം കാക്കാതുരുത്തിയിൽ നാസർ എന്ന കർഷകൻ തന്റെ 4 സെന്റ് പുരയിടത്തിൽ പരിപാലിക്കുന്നത് 100ഓളം പഴവർഗ്ഗ ചെടികൾ. തീരദേശത്ത് അപൂർവമായി വിളയുന്ന ഇനമാണ് കംബോഡിയൻ മുന്തിരിപ്പഴം. എന്നാൽ ഇതിനെ മറികടന്ന് കംബോഡിയൻ മുന്തിരിപ്പഴത്തെ തീരദേശ മണ്ണിൽ പരിചയപ്പെടുത്തുകയാണ് നാസർ എന്ന കർഷകൻ. കയ്പമംഗലം കാക്കാതുരുത്തി ബദർ പള്ളിക്ക് പടിഞ്ഞാറ് കറുപ്പം വീട്ടിൽ അബ്ദുൾ നാസറാണ് കംബോഡിയൻ മുന്തിരിപ്പഴം കൃഷി ചെയ്ത് വിജയത്തിലെത്തുന്നത്. വീട്ടുമുറ്റത്തും മട്ടുപാവിലുമായി വിവിധ ഇനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്തു വരികയാണ് നാസർ. തന്റെ 4 സെന്റ് പുരയിടത്തിൽ 100ഓളം പഴവർഗ്ഗങ്ങളാണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത്. 1 വർഷം മുമ്പാണ് പെരുമ്പാവൂരിൽ നിന്ന് വാങ്ങിയ 2 കംബോഡിയൻ മുന്തിരി തൈകൾ നാസർ നട്ടുവളർത്തിയത്. വർഷം 1 പിന്നിട്ടെങ്കിലും തൈകൾ കായ്ക്കുന്നതിനുള്ള കാത്തിരിപ്പ് നീണ്ടു. ഇതിനിടെ മുന്തിരിച്ചെടി ഉണങ്ങിയത് നിരാശയുണ്ടാക്കിയെങ്കിലും പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല. കംബോഡിയൻ മുന്തിരിപ്പഴം എന്ന മോഹം ഇല്ലാതായി തുടങ്ങവെയാണ് ഉണങ്ങിയ മുന്തിരിച്ചെടിയിൽ 5 മാസം മുമ്പ് പുതിയ തളിരുകൾ കിളിർത്തത്. ഇതോടെ പ്രതീക്ഷ വാനോളമായി, ഒപ്പം പരിപാലനത്തിലെ ശ്രദ്ധയും വർദ്ധിച്ചു. പിന്നീടുള്ള മാസങ്ങൾക്കിടെ അതിവേഗം വളർന്ന വള്ളി മട്ടുപാവിലേക്ക് പടർന്ന് പന്തലായി രൂപപ്പെട്ടു. നിലവിൽ വള്ളിയിൽ നിറയെ മുന്തിരിക്കുലകളാണ് കായ്ച്ചു നിൽക്കുന്നത്. ഓരോ കുലകളിൽ തന്നെ 1000ഓളം മുന്തിരിപ്പഴങ്ങളുടെ സമൃദ്ധി. മുന്തിരിക്കായകൾ വളർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. 1 മാസം കൂടി കഴിയുന്നതോടെ മുന്തിരി കൃഷി വിളവെടുപ്പിന് ഭാഗമാകുമെന്ന് കർഷകനായ നാസർ പറയുന്നു. കൃഷിയോടുള്ള താല്പര്യമാണ് നാസറിനെ വ്യത്യസ്ത പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാൻ പിന്തുണയ്ക്കുന്നത്. 4 സെന്റ് പുരയിടത്തിൽ മാത്രം 100ഓളം പഴവർഗ്ഗ ചെടികളാണ് നാസർ പരിപാലിക്കുന്നത്. വിവിധ ഇനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വീട്ടുവളപ്പിൽ കൃഷി ചെയ്ത് മികച്ച വിളവ് നേടുന്ന കൃഷിരീതി നാട്ടുകാർക്കും കൗതുകമുണർത്തുകയാണ്. സഹോദരൻ അബ്ദുൾ ഹക്കീമും സുഹൃത്ത് മുഹമ്മദ് റാഫിയും ചേർന്ന് കർണാടകയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി നടത്തിവരികയാണ്. വീട്ടുവളപ്പിലെ ചെറിയ ഇടം പോലും ഉപയോഗപ്പെടുത്തിയാണ് നാസർ വ്യത്യസ്ത കൃഷിരീതികൾ പരീക്ഷിക്കുന്നത്.
കഴിഞ്ഞ കർഷക ദിനത്തിൽ മികച്ച കർഷകനുള്ള അവാർഡ് നൽകി കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് നാസറിനെ ആദരിച്ചിരുന്നു. തന്റെ കംബോഡിയൻ മുന്തിരിപ്പഴത്തോപ്പിലെ മധുരമൂറും വിളവെടുപ്പിനുള്ള കാത്തിരിപ്പിലാണ് നാസർ. പൂത്തറയ്ക്കൽ സ്വദേശി മുത്താരൻ വീട്ടിൽ ബാലൻ മകൻ സലീഷ് നിര്യാതനായി. 39 വയസ്സായിരുന്നു. സംസ്കാരം പൂത്തറയ്ക്കൽ ശ്മശാനത്തിൽ നടത്തി. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,205 രൂപ, പവന് 1,13,640 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓർമ്മയിൽ ഒരു ഓണം ആഘോഷിച്ച് കോടന്നൂർ ഗവൺമെന്റ് ആയുർവേദ മാതൃകാ ഡിസ്പെൻസറിയിലെ പാർലം ആയുഷ് യോഗ വിദ്യാർത്ഥി കൂട്ടായ്മ. കോടന്നൂർ കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു ഓർമ്മയിൽ ഒരു ഓണം. ചേർപ്പ് ഗ്രാമപഞ്ചായത്തും ചേർപ്പ് മാക്കയർ ഡയഗ്നോസ്റ്റിക്സും സംയുക്തമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ഭോജനശാലയിലായിരുന്നു ക്യാമ്പ് ഒരുക്കിയത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കലാകായിക പരിപാടികളും ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഉൾപ്പെട്ടതായിരുന്നു ഓണാഘോഷം. ഊരകം ശിവരാമകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീരാമസ്വാമിയുടെ പുതിയ ഗോളക സമർപ്പണം നടത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് അജയൻ ഗോളക സമർപ്പണം നിർവഹിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.